വീടിൻ്റെ പരിസരങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം നമ്മൾ കൊടുത്താൽ അതെത്ര മനോഹരമാക്കാം എന്നുള്ളതിനൊരു ഉദാഹരണമാണ് നമ്മളൊരു സുഹൃത്ത്. അദ്ദേഹത്തിൻ്റെ ചില താല്പര്യങ്ങൾ കാർഷിക രംഗത്ത് ഔത്സുക്യം കാണിക്കുന്ന നമുക്കൊക്കെ ഒരു പ്രചോദനമാണ്. ഒരു അവക്കാഡോ മരം രണ്ടെണ്ണം ഉണ്ട് ഇവിടെ, ഒന്ന് ആണ് ഒന്ന് പെണ്ണ്. അതിൽ നമ്മളൊക്കെ ഒരാഗ്രഹമാണെന്നല്ലോ അവക്കാഡ മരം കായ്ക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഇവിടെ നല്ല രീതിയിൽ കായ്ച്ചേക്കുന്നു. ഞാനിത് പറഞ്ഞപ്പോൾ ഇത്ര വിശ്വസിച്ചില്ല, അപ്പോൾ ഇത്ര ഉണ്ടാകുന്നുള്ളൂ. കണ്ടോ വലിയ അവക്കാഡോ ഗ്രാൻഡ്. സലാമ, ഇത് എത്ര നാളായി വെച്ചിട്ട്? ഇത് 5 വർഷമായി. 5 വർഷമായി. ഇത് രണ്ടും വെച്ചിട്ട് 5 വർഷമാണോ? അതെ അതെ, രണ്ടും ഒരേ ദിവസം കുരുകുത്തിയതാണ്. ആദ്യമായിട്ട് കായ്ച്ചാണോ ഈ കൊല്ലം? കായ്ച്ചത് ഈ ചെറിയ ഇലകള് പെണ്ണാ? അത് പെണ്ണാണെന്നാണ് പറഞ്ഞത്. ഇതിനെ കുറിച്ച് അറിയണവര്, നമുക്ക് ഇതിനെ കുറിച്ച് വലിയ ഇലകള് അടുത്തുള്ള പറയുന്നത് ശാസ്ത്രം. 5 വർഷമായി വെച്ചിട്ട്. അതെ. പ്രത്യേക വളങ്ങൾ വല്ലതും? ഒന്നുമില്ല. ഇതാണ് മരം. കായ്ച്ചിട്ടുണ്ട്, അതിന്റെ ഉള്ളിലൊക്കെ അല്ലേ? നമുക്ക് ഈ ഇലയും ഈ അവക്കാഡോയും ഓരോ കളറായത് കൊണ്ടാണ് പ്രശ്നം. അപ്പുറത്തൊക്കെ ഉണ്ട്, നമുക്ക് ആ ഭാഗത്ത് കുറെ നിൽക്കുന്നുണ്ട്, പക്ഷെ അവിടെ കയറി പോകാൻ പറ്റില്ല ഈ ഓടുകാരൻ. അവിടെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. അതിന്റെ ഇടയിൽ ഒരു ഹാപ്പി നമുക്ക്, അത്രേ ഉള്ളൂ. ഈ ബോഗൻവില്ലയോട് ഒരു താല്പര്യം തോന്നാൻ എന്താ കാരണം? അങ്ങനെ താല്പര്യമുണ്ടോ ബോഗൻവില്ല? അത് എന്ന് പറഞ്ഞാൽ ഒരുവിധം മാസങ്ങളിലൊക്കെ ഫ്ലവർ ഉണ്ടാവും. പിന്നെ കാര്യമായ ഒരു ഇത് വേണ്ട, പരിചരണം വേണ്ട. നമ്മൾ ഓരോ വീട്ടുകാരും റോഡ് സൈഡിലുള്ള ഒരു പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ചെടികൾ വെക്കണതാണ് നല്ലത്. അപ്പൊ നമ്മളെ നാടൻ ഒരു ഭംഗിയുള്ള നാടാവും. പരിസരം ശുചീകരിക്കാനും പറ്റും. അതെ, നല്ല തണലും. ഇത് വിയറ്റ്നാം മേളിയല്ലേ ഇത്? അതെ അതെ, കാഴ്ച. ഇത് എല്ലാ സമയത്തും ഉണ്ടാവും. ഇപ്പൊ ഞങ്ങള് കട്ട് ചെയ്തതാണ്. ഇത് അമ്പഴങ്ങ വലുത്, വലിയ അമ്പഴം. അത് വലിയ മരമായിരുന്നു, ഞാൻ കട്ട് ചെയ്ത്. മധുരമുള്ളതാണോ? മധുരമുള്ള സ്വീറ്റ് അമ്പഴം. സ്വീറ്റ് അമ്പഴം. മാവ് അത് പ്രിയൂര്. കാഴ്ച ഇഷ്ടം പോലെ പടരുവോ? ഇതൊക്കെ ഒരു ആഗ്രഹങ്ങള് വളരെ പടരാണ്ടിരിക്കുക, അത് വിഷയല്ലല്ല. ചെമ്പരത്തി അല്ലേ ഇത്? ചെമ്പരത്തിക്ക് ഒരു കഥ ഉണ്ട്. ഇത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. സാധാ ചെമ്പരത്തി പോലെ അല്ലല്ല, 2 തട്ടുണ്ടല്ലോ. അപ്പൊ എന്റെ ഒരു സുഹൃത്തിന്റെ അവിടെ ഇത് കണ്ടിട്ട് ആ സുഹൃത്ത് എനിക്കിത് ഓടിച്ചിട്ടുണ്ട് തന്ന്. ആ സുഹൃത്ത് ഓടിച്ചുകൊണ്ട് തന്ന്. പിന്നെ ആ സുഹൃത്തിനെ ഞാൻ കണ്ടിട്ടില്ല, ആ സുഹൃത്ത് മരിച്ചുപോയി. അപ്പോ ആ സുഹൃത്തിന്റെ ഓർമ്മകൾ കൂടിയാണ് ഈ പൂത്ത് നിൽക്കുന്നത്. അവന്റെ അവസാനത്തെ വോയിസ് ഇതായിരുന്നു, നിനക്ക് ഇഷ്ടപ്പെട്ട ചെമ്പരത്തി പൂ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. എന്താ വലിയൊരു സ്മരണയായി.